ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ചട്നി അല്ലാതെ ഏത് കറിയുടെ കൂടെ ഇത് കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിവിടെ ഒരു തേങ്ങ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പകുതി സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിനെ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം. പിന്നെ എരിവിനനുസരിച്ച് വറ്റൽ മുളകും കൂടി ചേർക്കാം. ഞാനിവിടെ 2 വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് എരിവുള്ള മുളകാണ്. ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചട്നി നന്നായിട്ട് അരച്ചെടുത്തു. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ചട്നിയുടെ തിക്നെസ് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഉപ്പ് ഞാൻ നേരത്തെ അരയ്ക്കുമ്പോൾ തന്നെ ചേർത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കടുകും കരിവേപ്പിലയും വറ്റൽ മുളകും കൂടി താളിച്ച് ചേർക്കാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു ചട്നിയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പച്ചമുളക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഈ സവാളയും കരിവേപ്പിലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയം മൂക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വാടി കിട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് മാത്രം ഇട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാടങ്ങ് റോസ്റ്റായി പോകേണ്ട ആവശ്യമില്ല. തേങ്ങയൊക്കെ നമ്മൾ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റിയാണ്. ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. 1 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപ്പുമാവിനൊക്കെ എടുക്കുന്ന റവയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1 കപ്പ് റവയ്ക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി എന്ന കണക്കിൽ വേണം എടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെ ഇട്ട് അടിച്ചെടുത്താലും മതിയാവും, അല്ലെങ്കിൽ ഇതുപോലെ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണം. ആവശ്യാനുസരണം വെള്ളവും കൂടി നമുക്ക് ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ തന്നെ വേണം, റവയ കാരണം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണിത് മിക്സ് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയുടെ കൂട്ട് ചേർക്കാം. ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം തൈരും കൂടി ചേർക്കുന്നുണ്ട്. തൈര് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, അല്ലെങ്കിൽ വെറും വെള്ളം ഒഴിച്ച് കുഴച്ചാലും മതിയാവും. തൈരും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ ഒരു പരുവത്തിൽ നമ്മളിത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ലൂസായി പോകണ്ട, ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. കല്ല് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വലുപ്പത്തിൽ വേണമെങ്കിൽ വലുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ ഒരുപാടങ്ങ് കനം കുറയ്ക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു കട്ടിയിൽ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും നല്ലതുപോലെ വെന്ത് വരണം. 2 സൈഡും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള ദോശയും നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും ഈ ഒരു ദോശ. നിങ്ങൾക്കിത് കണ്ടാൽ മനസ്സിലാവും, നല്ല സോഫ്റ്റാണ്. അതേപോലെ ഒരുപാടങ്ങ് കട്ടിയാക്കണ്ട, കുറച്ചൊരു മീഡിയം തിക്നെസ്സിൽ ഉണ്ടാക്കിയെടുക്കാം. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്